ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സീലിംഗ് ഫാൻ ഒരു BLDC കിറ്റ് ഉപയോഗിച്ച് റിമോട്ട് ഫാനാക്കി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മളിന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫാൻ എടുത്തിട്ടുണ്ട്, ഫാനിൻ്റെ മോട്ടർ. അപ്പോൾ ഇതാണ് ഫാനിൻ്റെ മോട്ടർ. ഇതൊരു പഴയ ഫാനിൻ്റെ മോട്ടറാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് BLDC ഫാനിൻ്റെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഇതിൽ ബെയറിങ് രണ്ടും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ബെയറിങ് ഞാൻ ഈ പുള്ളർ ഉപയോഗിച്ച് ഇളക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് പുതിയ ബെയറിങ് സെറ്റ് ചെയ്യണം. ആദ്യമായിട്ട് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബെയറിങ് സെറ്റ് ചെയ്യാം. 2 ബെയറിങ്ങാണ് ഇതിൽ സെറ്റ് ചെയ്യാനുള്ളത്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ് വരുന്നത്. ഒരെണ്ണം താഴത്തെ പ്ലേറ്റിലും ഒരെണ്ണം മുകളിലത്തെ പ്ലേറ്റിലുമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇത് ഒരെണ്ണം 62.01 ഒന്ന് 62.02 താഴത്തത് 0.1 മുകളിലത്തത് 0.2. ഇപ്പോൾ രണ്ടും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പഴയ മാഗ്നറ്റ് ഫീൽഡ് വരുന്ന ഒരു റിങ്ങാണ്. നമുക്കിത് ഇനി ഇതിലാവശ്യമില്ല. നമുക്ക് ഈ വയ്ക്കുന്ന സ്ഥാനത്ത് നമുക്ക് അതിൻ്റെ കൂടെ കിറ്റിൻ്റെ കൂടെ ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്, അത് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള കിറ്റ്. ഇതിനൊരു 1200 മുതൽ 1500 രൂപ വരെ ഓരോ സ്ഥലത്തും റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കുറച്ച് മറ്റേ പഴയ ഫാനിനെ അപേക്ഷിച്ച് കറണ്ട് കുറച്ചേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കവറ് വരുന്നുണ്ട്. ശരിക്കും ഞാൻ എടുത്ത ഫാനിൻ്റെ അതേ കളർ തന്നെയാണ് കവറിനും. ഇതാണ് ഇതിൻ്റെ ബോർഡ് ഈ ഒരു കേസിനകത്താണ് ബോർഡ് വരുന്നത്. ഇതാണ് 12 വോൾട്ട് BLDC കിറ്റിൽ വരുന്ന ബോർഡ്. 12 വോൾട്ടും 230 വോൾട്ടും നമുക്കിതിൽ കണക്ട് ചെയ്യാം. അടുത്തത് ഇതിലൊരു റിമോട്ട് വരുന്നുണ്ട്. പിന്നെ അകത്ത് ഇതാണ് കോയിൽ. ഇത് ഫാനിൻ്റെ കോയിൽ. 3 വയറാണ് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നേക്കുന്നത്. ഇളക്കിയെടുക്കുന്നതാണ് ഇതിൻ്റെ മാഗ്നറ്റ്. അതൊരു പ്ലാസ്റ്റിക് കേസിലാണ് ഇരിക്കുന്നത്. ഈ മാഗ്നറ്റാണ് നമ്മൾ ആ പഴയ റിങ്ങിന് പകരം നമ്മുടെ പഴയ മോട്ടറിലോട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കോറ്. ഇതൊരു അലുമിനിയം കോറാണ്. 3 വയറ് നമ്മുടെ നോർമൽ ഫാനിൽ വരുമ്പോൾ തന്നെ 3 വയർ ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വൈൻഡിങ്ങിലൊക്കെ വ്യത്യാസമുള്ളതാണ്. ലൈറ്റ് വെയിറ്റാണ്. പഴയ അത്രയും വെയിറ്റ് ഇല്ല ഈ കോറിന്. പുറമേ നിന്ന് നോക്കിയാൽ ക്വാളിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ അലുമിനിയം വൈൻഡിങ് ആണ് ഇതിൽ വന്നേക്കുന്നത്. സെറ്റ് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അലുമിനിയം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് മാഗ്നറ്റ് ഈ പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന മാഗ്നറ്റ് വലിയ തലവേദന ഇല്ലാണ്ട് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ജസ്റ്റ് വച്ച് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ തന്നെ ഇതിലോട്ട് സെറ്റായി. കറക്റ്റ് അതിൻ്റെ ആ ഒരു അച്ചിൽ വാർത്തതുപോലെ ഉണ്ടായിരുന്നു. ഇതിൽ കുഴപ്പമില്ല. ചില ഫാനുകളിൽ ഇങ്ങനെയല്ല, ഇച്ചിരി ടഫാണ് ഈ മാഗ്നറ്റ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഇനി ഇത് വന്നിട്ട് V-ഗാർഡിൻ്റെ ഒരു ഫാനാണ് ഞാൻ എടുത്തത്. V-ഗാർഡിൻ്റെ ഫാന് ഈ മോഡലിൽ ഈ കിറ്റ് ഓക്കെയാണ്. ഇത് ശരിക്കും സെറ്റ് ചെയ്യാൻ എളുപ്പം. നമുക്ക് ആ മുകളിലത്തെ പ്ലേറ്റിൽ സെറ്റ് ചെയ്യാനാണ് എളുപ്പം. ഞാനിത് സെറ്റ് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് എളുപ്പം ഇതായതുകൊണ്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്യുന്നു. മുകളിലത്തേൽ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഈ നമ്മുടെ ഫാനും പഴയ ഇതിൻ്റെ പോലെ തന്നെ കറക്റ്റ് ആ സ്പ്രിങ് ഇട്ട് നമ്മളതിലോട്ട് സെറ്റ് ചെയ്യുന്നു. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെയറിങ്ങായിട്ട് അതങ്ങ് സെറ്റ് ആയിക്കോളും. ഓക്കെയാണ്, വേറെ കുഴപ്പമില്ല. നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും പ്രസ് ചെയ്യുമ്പോഴും വൈൻഡിങ്ങിൽ പ്രശ്നം ഉണ്ടാവാതെ നോക്കണം. വൈൻഡിങ് പ്രസ്സായി പൊട്ടുകയോ ഒന്നും ചെയ്യരുത്. ബോഡിയായിട്ട് ടച്ച് ആവാനും പാടില്ല. അതിൽ 1-2 വയറുകൾ
ബോഡിയുടെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. സാവധാനം ഇതിൻ്റെ മുകളിലെ പ്ലേറ്റും നമ്മൾ കറക്റ്റ് ഹോളുകൾ കറക്റ്റാക്കി വയ്ക്കണം. ഞാൻ ഈ മാഗ്നറ്റ് ഇതിൽ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ പ്ലാസ്റ്റിക്കുമായിട്ട് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിത് ഇതിൽ സെറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, പ്രോപ്പർ നല്ല ഒരേയാണ്ട് പക്ക വർക്കിംഗ് ആണ്. എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കണം, എന്തെങ്കിലും ഒരച്ചിലോ ടൈറ്റോ ഓവർ ടൈറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായി ഫ്രീ ആയി കറങ്ങുന്നുണ്ട്. അത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ഈ വൈൻഡിങ്ങിൻ്റെ വയർ ഞാൻ എപ്പോഴും പറയുന്നു, പുറത്തോട്ട് വരുമ്പോൾ ഒടിയാൻ ചാൻസ് ഉണ്ട്. അലുമിനിയം ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇനി ഇതിൽ നമ്മുടെ ബോർഡ് വയ്ക്കാനുള്ള കേസ് ഉറപ്പിക്കണം. അത് ഇതിലെ നമ്മുടെ പഴയ ഫാനിൽ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് കേസ് ഉറപ്പിക്കും പോലെ തന്നെ ഒരു ചെറിയ സ്ക്രൂ എടുത്ത് അതിലൊരു വാഷർ ഇട്ട് ഉറപ്പിക്കണമെന്നേ ഉള്ളൂ. വാഷർ ഇട്ട് കഴിഞ്ഞ് ഇത് താഴോട്ട് ഇറങ്ങി പോകാണ്ട് ടൈറ്റായി നിന്നോളും. അപ്പോൾ ഞാനൊരു SDS-ൻ്റെ വാഷർ കൂടി ഇട്ടാണ് കേസിൽ ഉറപ്പിക്കുന്നത്. കേസും ഫാനും തമ്മിൽ ചെറിയൊരു അകലം എപ്പോഴും ഉണ്ടാവണം. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് ടൈറ്റ് ചെയ്തു. ഓവർ വലിയ നീളമുള്ള സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ആ വൈൻഡിങ്ങിൻ്റെ വയർ പുറത്തോട്ട് വന്നേക്കുന്ന വയറിലോട്ട് തട്ടി വൈൻഡിങ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ആ വയർ ഡാമേജ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സ്ക്രൂ ഓവർ നീളമുള്ളത് എടുക്കരുത്. ഇനി ഈ 3 വയർ നമുക്ക് ഈ കേസിനകത്തോട്ട് എടുക്കാനുള്ള ചെറിയ സ്ലോട്ട് അതിൽ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് 12 വോൾട്ട് ബാറ്ററിയിലോ DC-യിൽ വർക്ക് ചെയ്യുന്ന അതിലും കൂടി വർക്ക് ചെയ്യുന്നൊരു ബോർഡാണ്. അപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ 12 വോൾട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ 3 വൈൻഡിങ് വയർ അതിൽ കണക്ട് ചെയ്ത് 230 വോൾട്ടിൻ്റെ AC കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ അതിൽ ആ കറക്റ്റ് വെട്ടുണ്ട്, അതുവഴി വേണം അതിൻ്റെ വയർ പുറത്തെടുക്കാൻ. ഈ ചുവപ്പും കറുപ്പും ഒരിക്കലും മാറിപ്പോകരുത്. അത് DC വയറാണ്. അത് കട്ട് ചെയ്ത് ടേപ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇല്ലെങ്കിൽ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് അതിനെ ഡിസ്കണക്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ അത് ജസ്റ്റ് ഇൻസുലേഷൻ വെച്ച് ടേപ്പ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗപ്പെട്ടാൽ പിന്നെ സോൾഡർ ചെയ്യാനൊന്നും നിൽക്കണ്ടല്ലോ എന്നോർത്ത് ജസ്റ്റ് ഇൻസുലേഷൻ ചെയ്ത് ആ ബോർഡിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കുവാണ്. മാറിപ്പോകരുത്. 230 വോൾട്ടിൻ്റെത് വരുന്നത് നീലയും ബ്രൗൺ കളറുമാണ്. ഈ ചിലതിൽ ഇതേപോലെ തന്നെ ചുവപ്പും കറുപ്പും തന്നെ AC വയറായിട്ടും കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും അതിൻ്റെ ഇൻപുട്ട് കയറി വരുന്നവിടെ ഫിൽട്രേഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വൈൻഡിങ് വയർ 3 കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോർഡ് ഇങ്ങനെ വെക്കുമ്പോൾ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിൽ നിന്നായാലും സെൻറ്ററിലായിരിക്കണം മഞ്ഞ വയർ കണക്ട് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു സൈഡിൽ റെഡും ഒരു സൈഡിൽ ബ്ലൂവും. അപ്പോൾ അലുമിനിയം വയർ ആയതുകൊണ്ട് തന്നെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്ന ബോർഡ് ആയതുകൊണ്ട് ഇത് കുറച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ വൈൻഡിങ് ആ വയർ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ടൈറ്റ് മാത്രം ചെയ്താൽ മതി. ഞാനിതിപ്പോൾ സെറ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ റിമോട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ചഴിച്ചതാണത്. റിമോട്ടൊന്ന് ഞാൻ തൂക്കി എനിക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നുകൂടെ അഴിച്ച് നിങ്ങൾക്ക് കണക്ഷൻ കാണിച്ചു തരികയാണ്. ഇതിൽ സെൻറ്ററിൽ വരുന്നിടത്ത് മഞ്ഞ വയർ, ഒരു സൈഡിൽ ഇടതോ വലതോ ഒരു സൈഡിൽ റെഡ് വയർ, ഒരു സൈഡിൽ ബ്ലൂ വയർ. അങ്ങനെയാണ് ഇതിൻ്റെ 3 കണക്ഷൻ വരുന്നത്. സാവധാനം അതെല്ലാം ടൈറ്റ് ചെയ്ത് ലൂസും ഇല്ല ഓവർ ടൈറ്റും ഇല്ലാത്ത രീതിക്ക് വേണം ചെയ്യാനായിട്ട്. സെറ്റായിട്ടുണ്ട്. ഇനി എങ്ങാനും കണക്ഷൻ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച്, ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പേടി വേണ്ട. കണക്ഷൻ തിരിഞ്ഞു പോയിട്ട് ഇത് കത്തിപ്പോകുന്നൊന്നും പേടി വേണ്ട. സെൻറ്ററിൽ എപ്പോഴും മഞ്ഞ ആയാൽ മതി. 2 സൈഡിൽ ഓരോ കളർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഫാന്
ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഏത് ഡയറക്ഷനാണോ അതിലല്ല കറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അഴിച്ച് തിരിച്ചു കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഇതിലില്ല. ചുവപ്പിനെ നീലയും അഴിച്ച് അപ്പുറം ഇപ്പുറം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഞാൻ അടപ്പിട്ട് ഇത് ചെയ്യാണ്. ഇതിൽ അടപ്പിൽ സ്ക്രൂ ഒന്നുമില്ല, ഒരു ലോക്കേ ഉള്ളൂ. അപ്പം ഞാനതിൽ നമ്മുടെ വൈറ്റ് കളർ പാക്കിംഗ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിക്കണം. ഒട്ടിച്ചത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. അതിൻ്റെ വയറ് ഒരു AC കോഡ് വഴി കണക്ട് ചെയ്ത് ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ ഈ സെല്ലോ ടേപ്പ് വഴി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് വരുമ്പോഴോ എങ്ങാനും ഇളകി പോകുന്ന ഒരു പ്രശ്നം വരില്ല. അപ്പോൾ അതുകൊണ്ടത് ഒന്ന് സെല്ലോ ടേപ്പ് വഴി ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അതൊക്കെ ആയി, ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വയർ എടുക്കാനുള്ള ചെറിയ ഗ്യാപ്പ് കമ്പനി തന്നെ അതിലിട്ടിട്ടുണ്ട്. അപ്പം ഞാനതല്ല പല്ലി കയറാതിരിക്കാനായിട്ട് ഞാനതിനെ ഒന്ന് ആ ഹോളും കൂടെ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ക്രൂ ഡ്രൈവറിൽ ഹാങ് ചെയ്തിട്ട് ഞാനിതൊന്ന് ചെക്ക് ചെയ്യുവാണ്. വയറ് പ്ലഗ് കൊടുത്തു, സ്വിച്ച് ഓണായി. ഇനി റിമോട്ട് ഉപയോഗിച്ച് ഓൺ ചെയ്യാം. ഓക്കെ ആയിട്ടുണ്ട്. ഫാന് നല്ല സ്പീഡിൽ കറങ്ങുവാണ്. വേറെ ഒരച്ചിലോ സൗണ്ടോ ഒന്നുമില്ല. റിമോട്ടിൽ തന്നെ സ്പീഡ് കുറയുന്നുണ്ട്. ഓഫ് ചെയ്തു. വീണ്ടും ഓണാക്കി. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കറക്റ്റായിട്ട് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മിഷൻ സക്സസ് ആണ്. അപ്പോൾ ഇതേപോലെ പഴയ ഫാനുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ BLDCക്ക് വേണ്ടി ഇത് കളയേണ്ട കാര്യമില്ല. ഇത് ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തതാണ്. നമുക്ക് വേറെ പുതിയൊരു ഫാൻ മേടിക്കണമെങ്കിൽ 10,000-4,000 രൂപയുടെ ചിലവുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പഴയ ഫാൻ വെറുതെ സ്ക്രാപ്പിന് കൊടുക്കുന്നതിനേക്കാൾ V-ഗാർഡിൻ്റെ നല്ലൊരു ഫാനായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈൻഡിങ് പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. സംഭവം സക്സസ് ആണ്. നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു നോക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.